എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ നന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിയും നിർമ്മലും കൂടെ ക്യാരൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ രാത്രിയായ സമയമായി. ആ സമയം ഗൗതം അങ്ങോട്ട് വരുവാണ്. ഗൗതമിന് അത് കണ്ടത് ഇഷ്ടപ്പെട്ടില്ല. ഗൗതം വന്നിട്ട് ചോദിച്ചു, ഇതെന്താ പിങ്കി എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ പിങ്കി പറഞ്ഞു, കണ്ടില്ലേ ക്യാരൻസ് കളിക്കണേ, ഈ സമയത്താണ് നിന്റെ ക്യാരൻസ് കളിക്കണമെന്ന് നിൽക്കും. എന്താ ഈ സമയത്തിന് കുഴപ്പം? സമയം ഉള്ളപ്പോഴല്ലേ കളിക്കാൻ പറ്റണമെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമ സമയം ഇപ്പൊ എന്തായെന്ന് അറിയാവോ? അതിനിപ്പോ എന്താ, എത്ര സമയമല്ലോ, എന്താ കുഴപ്പമിരിക്കണമെന്ന് നിൽക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ സമയത്തൊന്നും ഇവിടെ ക്യാരൻസ് കളിക്കാൻ പറ്റില്ല, അതിനൊക്കെ ഒരു സമയവും കാലം ഉണ്ടെന്ന് പറയണം. നിർമ്മല ചോദിച്ചു, ക്യാരൻസ് കളിക്കുന്ന ഒരു സമയം കാലോ? ഇതെന്ത് പരിപാടി എന്ന് ചോദിക്കണം. നീ കൂടുതലൊന്നും പറയണ്ട. അതെ, ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സാമാന്യമായ മര്യാദ വേണം, മനസ്സിലായാലോ? ഇത് അതുപോലും ഇല്ലാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നീട് പിങ്കിയോടായിട്ട് പറഞ്ഞു, നീ ക്യാരൻസ് കളിക്കാനല്ല കുഴപ്പം, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ്. ആ കുഞ്ഞ് ഇങ്ങനെ ഈ സമയത്ത് നീ ഉറക്കളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനത് ആപത്താ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സമയത്ത് നിന്റെ കളി വേണ്ടാന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? കുഞ്ഞിനൊരു കുഴപ്പമില്ല, കുഞ്ഞിന്റെ വയറ്റിലേ കിടക്കണമെന്ന് ചോദിക്കും. നീ സ്ട്രെയിൻ എടുക്കുന്ന അനുസരിച്ച് കുഞ്ഞിനും അത് ദോഷം ചെയ്യും പിങ്കി. നിന്നോട് ഇനി എത്ര പറഞ്ഞാലാ നിനക്ക് മനസ്സിലാവുന്നേ? ബോധമുള്ളവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അതുകൊണ്ടല്ലേ നിന്നോട് പറയണേ. ഇവനെ പോലുള്ള ഒരുത്തം വന്ന് ക്യാരറ്റ്സ് കളിക്കാൻ വിളിച്ചു കഴിയുമ്പോ തന്നെ അവന്റെ മുന്നിൽ വന്നിരുന്ന് കളിക്കാനായിട്ട് നിനക്കൊരു ജാളിത ഇല്ലേന്നൊക്കെ ചോദിക്കാം. ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു, അതെ ഗുഡ് നൈറ്റ് പിങ്കി, അപ്പൊ നാളെ കാണാന്ന് പറഞ്ഞ് നിർമ്മല അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. പിങ്കിക്ക് ദേഷ്യം വന്നു. പിങ്കി പറഞ്ഞു, ഗൗതം എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇടപെടേണ്ട കാര്യത്തില് ഞാൻ ഇടപെടുമെന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോയി. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതിയും മോഹിനിയും ലക്ഷ്മിയമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ നന്ദയുണ്ട്. ആ സമയത്ത് മോഹിനി പറഞ്ഞു, എന്തൊക്കെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ? നേരത്തെ ഒരു ഒളിയും മറയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ലാന്ന് പറയാണ്. ലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ പിങ്കിയും നിർമ്മലും പണ്ടത്തെ പോലെയല്ല, നല്ല അടുപ്പത്തിലാന്ന് തോന്നേ. അരുന്ധതി പറഞ്ഞു, എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് പറയാണ്. ലക്ഷ്മി പറഞ്ഞു, അതെന്താ അടുത്തി അങ്ങനെ പറഞ്ഞത്? ഇനിയിപ്പൊ എല്ലാ നാളും അർജുനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവളോട് ഇരിക്കണോ? അത് മാത്രല്ല, സുമംഗലയ്ക്കാണേലും പിങ്കിയും നിർമ്മലും ഒന്നിക്കുന്നതോട് നല്ല താല്പര്യമാണ്. ആ ആഗ്രഹം കൂടെ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ? ആ ആഗ്രഹം കണ്ടിരുന്ന് അടിക്കാൻ പറ്റുമോ? അരുന്ധതി പറഞ്ഞു, എനിക്കെന്തോ അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് കേട്ട് ഞാൻ മോഹിനി പറഞ്ഞു, നിങ്ങളെല്ലാരും പറയുന്നുണ്ടല്ലോ ഗൗതത്തിന്റെ പെർമിഷനും കൂടെ ചോദിക്കണം. ഗൗതത്തിന് എന്നോട് ഒട്ടും താല്പര്യമില്ലാന്ന് തോന്നേ. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, അതൊന്നും നോക്കേണ്ട കാര്യമില്ല, പിങ്കിയുടെ മനസ്സാണ് നമ്മൾ അറിയണ്ടേ. പിങ്കിക്ക് നിർമ്മലും ഇഷ്ടമാണ്, പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് ഗൗതം അങ്ങോട്ട് വരുവാണ്. ഗൗതം പറഞ്ഞു, ആര് പറഞ്ഞു വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്ന്? എനിക്ക് ഇതിന് സമ്മതമല്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ലക്ഷ്മി പറഞ്ഞു, നീ എന്താ ഗൗതമാനെ ഇങ്ങനെയൊക്കെ പറയണെന്ന് നിൽക്കുക. നന്ദ പറഞ്ഞു, എന്തിനാ ഗൗതം സാർ ഈ കാര്യത്തിൽ ഇടപെടുന്നേ? പിങ്കിയുടെ കാര്യത്തില് ഓവറായിട്ട് ചിന്തിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുക. പിങ്കി അവളുടേതായ ജീവൻ ജീവിക്കട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. പിങ്കി അവളുടെ ജീവൻ ജീവിച്ചോട്ടെ, പക്ഷെ നമ്മുടെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട്, ആ കുഞ്ഞിന്റെ ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, അത് പിങ്കിയും നിർമ്മലും നമ്മുടെ സ്നേഹത്തിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞ് ഒരു ആപത്തുമായിട്ട് അവർക്ക് വരത്തില്ല, നമ്മുടെ കുഞ്ഞിനൊരു ആപത്ത് വരാനും പോകുന്നില്ലെന്ന് പറയാം. അതൊക്കെ നീ പറയും, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് പറയണം. ഓഹോ, അപ്പൊ ഗൗതം സാർ രണ്ടും കൽപ്പിച്ചല്ലേ? ഇതിനകത്ത് തീരുമാനം പറയുന്ന പിങ്കിയാണ് ഗൗതം സാറെ. പിങ്കിക്ക് നിർമ്മലിന് ഇഷ്ടമാണെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യട്ടെ, അതിനിടയ്ക്കേക്ക് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്നതെന്ന് ചോദിക്കണം. അപ്പോഴാണ് പിങ്കി ക്ഷേത്രത്തിൽ പോയിട്ട് പിങ്കിയും ഗിരിജയും കൂടെ അങ്ങോട്ട് വരുന്നത്. അരുന്ധതി ചാഹ, മോൾ രാവിലെ ക്ഷേത്രത്തിൽ പോയെന്ന് ചോദിക്കും. രാവിലെ ക്ഷേത്രത്തിൽ പോയി വല്യമ്മയെന്ന് പറയണം, എനിക്ക് മോളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഗൗതം പറഞ്ഞു, അതിനു മുമ്പ് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയണം. അന്ന് ഗൗതം അങ്ങോട്ട് എഴുന്നേറ്റ് പിങ്കിയുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് പിങ്കിയോട് ചോദിച്ചു, പിങ്കി നിനക്കറിയാലോ നിന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ നീ ഗർഭത്തില് പേറിയത് നിന്റെ ഇഷ്ടം കൊണ്ടാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അതെനിക്കറിയാം, എന്റെ വ്യക്തിപരമായ താല്പര്യം മാത്രമായിരുന്നു. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അതൊക്കെ ശരി, സമ്മതിച്ചു, പക്ഷെ ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് തരിക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അല്ലെന്ന് ആര് പറഞ്ഞു? അല്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് നീ ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാന്നാക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഗൗതം എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി കുഞ്ഞിനെ ഇല്ലാതാക്കാനോ? കുഞ്ഞിനെ ഇല്ലാതാക്കും ഞാൻ ചെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നും കരുതിയിട്ട് എന്റെ വ്യക്തി താല്പര്യങ്ങളൊക്കെ എനിക്ക് മാറ്റിവെക്കാനും പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കാണ് നിർമ്മല ഇറങ്ങി വരുന്നത്. നിർമ്മല വന്നിട്ട് പിങ്കി അടിച്ചു, അല്ല പിങ്കി മെസ്സേജ് താഴേക്ക് വരാൻ പറഞ്ഞായിരുന്നു, എന്താന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ മുമ്പേ മെസ്സേജ് അയച്ചത് നിർമ്മല നാളെ അറിയാൻ വേണ്ടിട്ടാന്ന് പറയണം. ഓ, നാളെ ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ. അതെ. പിന്നീട് പിങ്കി നേരെ നിർമ്മലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിർമ്മലിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ല സമയമല്ല നിർമ്മല, കാരണം പ്രായം 26ആയി. കാരണം അർജുന്റെ നാളും വിശാഖമായിരുന്നു.
അർജുന് 26 വയസ്സിൽ അത്ര നല്ല സമയമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം. വിശാഖ നാളാണ് നിർമ്മലിന്റെ. 26 വയസ്സിൽ അത്ര നല്ല സമയമൊന്നുമല്ല, ദോഷ സമയമാണ്. അതുകൊണ്ട് ഞാൻ നിർമ്മലിന് വേണ്ടിയിട്ട് പോയി പ്രത്യേക പൂജകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടൻ നിർമ്മലിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. പിന്നീട് കുറച്ച് ചന്ദനം എടുത്തിട്ട് നിർമ്മലിന്റെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുക്കുകയാണ്. നിർമ്മലൊരു വല്ലാത്തൊരു സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയത്തില്ല. നിർമ്മൽ പറഞ്ഞു, എൻ്റെ അമ്മയെ എനിക്ക് ഇങ്ങനെയൊക്കെ തൊട്ട് തന്നിരിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടി എന്നെ നെറ്റിയുടെ ചന്ദനം തൊട്ടുവരുന്നത്, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. എനിക്കിതിനു മുമ്പ് ഇങ്ങനത്തെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. താങ്ക്സ് പിങ്കി എന്ന് പറയണേ. പിങ്കി പറഞ്ഞു, താങ്ക്സ് എന്തിനാ പറയണേ? അല്ല, ഇങ്ങനെയൊക്കെ ചെയ്തു തന്നേനെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയണം. ഇത് കണ്ടതും ഗൗതത്തിന് നമ്മൾ സഹിച്ചില്ല. ഗൗതത്തിന് മുഖം എന്തോ വല്ല കടന്നൽ കുത്തിയ പോലെ പോയി. ഗൗതം അങ്ങോട്ടേക്ക് പോവാണ്. ലക്ഷ്മി അമ്മയെ നന്ദിയൊക്കെ ശ്രദ്ധിച്ചു. ഗൗതത്തിന് ഇഷ്ടപ്പെടാതെയുള്ള ആ പോക്ക്. പിന്നീട് നിർമ്മല അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും അരുതിയുടെ അടുത്തേക്ക് പിങ്കി വന്നിട്ട് ചോദിച്ചു, എന്താ വല്യമ്മ? വല്യമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ്. അതൊന്നുമില്ല, അത് നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറയാണ്. അതിനുശേഷം നിർമ്മല എന്നിട്ട് അമ്മേനെ ഫോൺ ചെയ്യണം. അമ്മേനെ ഫോൺ ചെയ്തിട്ട് സാവിത്രിയോട് പറയണം, അതെ അമ്മേ, അമ്മയ്ക്ക് സുഖമാണ് നിൽക്കും. അതേ മോനെ സുഖമാണ്, നിനക്കോ? എനിക്ക് സുഖമാന്ന് പറയണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയണം. ഈ സമയത്ത് നിർമ്മല പറഞ്ഞു, അതെ ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് പറയാം. എന്ത് സംഭവം? ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്ന്. എന്നെ അവൾക്ക് ഇഷ്ടമാന്ന് തോന്നേ. എനിക്ക് വേണ്ടിയിട്ട് അവളെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു, വഴിപാടുകൾ നടത്തി, നെറ്റി ചന്ദനം കൊണ്ട് തൊട്ട് വന്നു. അത് മാത്രമല്ല, ഞാൻ ജോലിക്ക് പോണ സമയത്ത് എനിക്ക് ഫുഡൊക്കെ എടുത്തുകൊണ്ട് തരാറുണ്ടെന്ന് പറയണം. ഇത് കേട്ടത് എന്തെന്നില്ലാത്ത സന്തോഷം സാവിത്രിക്ക്. ആഹാ, കൊള്ളാലോ, നല്ല പെൺകുട്ടിയാണെന്ന് ചോദിക്കും. അതേമേ, നല്ല പെൺകുട്ടിയാ. നിന്നെ അവൾക്ക് ഇഷ്ടമാണോടാ? എന്നെ ഇഷ്ടമാണെന്ന് തോന്നി ഇതൊക്കെ കണ്ടിട്ടെന്ന് പറയണം. അപ്പോഴേക്കും പിങ്കി അങ്ങോട്ട് വന്നു. പിങ്കി കേട്ടി പറയുന്നതൊക്കെ, ഗിരിജാൻ കേട്ടി പറയുന്നതൊക്കെ പിങ്കിക്ക് വല്ലാത്തൊരു ടെൻഷനായി. നിർമ്മലിന്റെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. താൻ അത്രയ്ക്ക് അടുപ്പമാണല്ലോ കാണിക്കണേ. നിർമ്മൽ തന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് അപകടമാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. പിങ്കി പെട്ടെന്ന് അകത്തേക്ക് പോവാണ്. അങ്ങനെ ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിജ നിർമ്മലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. നിർമ്മലിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോനെ നിർമ്മലെ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയുന്ന ചോദിക്കും. എന്താ? നീ ഇപ്പൊ അമ്മേനെയാണോ വിളിച്ചതെന്ന് ചോദിക്കും. അതെ, ഞാൻ കേട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണേ. അല്ല, പിങ്കി മോളെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു, ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമാ. അല്ല, പിങ്കിക്കോ? അതെനിക്കറിയത്തില്ല. അതിപ്പോ ചിറ്റിയല്ലേ പറയണ്ടേ. ചിറ്റിക്ക് എന്താ തോന്നിയത്? എനിക്കറിയത്തില്ല മോനെ. പെൺകുട്ടികളുടെ മനസ്സല്ലേ, നമുക്കങ്ങനെ പെട്ടെന്നൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ലോ. പക്ഷെ അറിയാനായിട്ട് ചില മാർഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേ. എന്ത് മാർഗം? ദേ, നീ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആണോ നിർമ്മലേ? എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയണം. റൊമാൻറ്റിക് ആവാനാ? അതെ, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നിർമ്മലിനോട് ഗിരിജ പറഞ്ഞു കൊടുക്കണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മലിന് സന്തോഷമായി. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇതുപോലൊക്കെ ചെയ്യണമെന്ന് പറയാണ്. പിങ്കിനെ നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളെന്ന് പറയാം. അങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഗിരിജ നേരെ മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ആ പടം അസ്വസ്ഥപ്പെട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിങ്കിനെ കണ്ടതും ഗിരിജ എന്നിട്ട് ചോദിച്ചു, എന്താ പിങ്കി, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന് നിൽക്കും. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. അല്ല, ഞാൻ ആ നിർമ്മലിനെ കുറിച്ച് ആലോചിച്ച. ഇപ്പൊ എന്തിനാ അവനെ കുറിച്ച് പുതിയൊരു ആലോചന? അത് പിന്നെ എനിക്കറിയത്തില്ല, എന്തോ വേണ്ടിയിരുന്നില്ല. അവനെ നമ്മളിട്ട് കുരങ്ങ് കളിപ്പിക്കണമെന്നൊരു തോന്നല് ആ പാവത്തിന്റെ മനസ്സിലേക്ക്. ഇല്ലാത്ത പ്രതീക്ഷകളൊക്കെ കയറ്റിവിടേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ എന്താ പിങ്കി നിനക്ക് ഇങ്ങനെ തോന്നാനായിട്ട്? ഞാൻ പറഞ്ഞല്ലോ ചിറ്റേ, വേണ്ടായിരുന്നു. പാവം നിർമ്മല്, വെറുതെ എന്തിനാ പ്രതീക്ഷ കൊടുക്കുന്നത്? ഞാനായിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പൊ നിന്റെ മനസ്സിനെ കുറ്റബോധം വേട്ടയാടാൻ തുടങ്ങിയോ? അതാണോ നിനക്ക് ഇത്ര പ്രശ്നം? അതല്ല ചിറ്റേ, പിന്നെന്താ കുഴപ്പം? അല്ല, അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതെ, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. വേണ്ട, എനിക്കിങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ അവനോട് ചെന്ന് പറയാൻ പോവാ, ഇതൊക്കെ ഞാൻ വെറുതെ ആയിരുന്നു, എന്റെ മനസ്സിൽ വേറൊന്നുമില്ല, നിന്റെ തെറ്റിദ്ധാരണയാണ്, ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്നും പറഞ്ഞ് പിങ്കിയ നടക്കാൻ തുടങ്ങുമ്പോൾ ഗിരിജ കയ്യിലേക്ക് കയറി പിടിച്ചു. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ നിനക്ക് വേണ്ടേ? ഗൗതത്തിനെ നിനക്ക് സ്വന്തമാക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നീ നിർമ്മലിനോട് പോയി കാര്യങ്ങൾ പറഞ്ഞാൽ നിന്റെ ഉദ്ദേശം നടക്കുമോ? ഒരിക്കലും നടക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഗിരിജയാണ് എരിവരി കയറ്റി കൊടുക്കണേ, പിങ്കിയുടെ മനസ്സിനെ ഒന്നുകൂടെ പ്രകോപിപ്പിക്കുന്നത്. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ഇതൊക്കെ എനിക്ക് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ നിർമ്മലിന്റെ അടുത്ത് ഇപ്പൊ പോയി ഒന്നും പറയരുത്. അവന്റെ അടുത്ത് കൂടുതൽ അടുത്തിടപഴകണം. എങ്കിൽ മാത്രം നിനക്ക് ഗൗതത്തിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് എന്ത് ചെയ്യാനെന്ന് അറിയത്തില്ല. പിങ്കി വല്ലാത്തൊരു മാനസികാവസ്ഥയെ നിൽക്കുകയാണ്. പിന്നീട് ഗിരിജ പറഞ്ഞു, ഇനിയിപ്പം നിനക്ക് അങ്ങനെയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഗൗതമ നന്ദയും കുഞ്ഞ് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതുവാണെങ്കിൽ കുഴപ്പമില്ല. നീ പോയി പറയുവോ എന്ത് വേളം ചെയ്തോ, ഞാൻ നിന്നെ എതിർക്കാനായിട്ടൊന്നും വരുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കിക്ക് ആകപ്പാടെ സമനിലയേറ്റി വല്ലാത്തൊരവസ്ഥയിലേക്ക് പിങ്കി പോരുവാണ്. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.